ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സാർ, 211 മത്സ്യഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിലുകൾ നിലവിൽ വന്നെങ്കിലും അവയിലെ അംഗങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായതായി തോന്നുന്നില്ല. അംഗങ്ങൾക്ക് കൗൺസിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് പ്രത്യേക പരിപാടികൾ ആവിഷ്കരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റ് കൗൺസിലുകളുടെ അംഗങ്ങൾക്ക് ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കഴിയുന്ന തരത്തിൽ മേഖലാതലത്തിലും മത്സ്യഗ്രാമതലത്തിലും ബോധവൽക്കരണ സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിലെ ആദ്യ ബോധവൽക്കരണ പരിപാടി ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇത്തരത്തിൽ ബോധവൽക്കരണം എല്ലാ ജില്ലകളിലും നടപ്പാക്കുന്നതാണ്. കൂടാതെ 11 ഗ്രാമങ്ങളിൽ കൂടി ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽ ഉടൻ തന്നെ രൂപീകരിച്ച് എല്ലാ മത്സ്യഗ്രാമങ്ങളിലും സമിതികൾ നടപ്പിൽ വരുത്തുകയും ചെയ്യും. മത്സ്യവിഭവ സംരക്ഷണത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കി അവരുടെ പരമ്പരാഗത അറിവ് കൂടി പ്രയോജനപ്പെടുത്തി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കൃത്രിമ പാരുകൾ മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനും പരിപാലനത്തിനും എങ്ങനെയെല്ലാം സഹായകമാകും? ഇത് വടക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇത് സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ 10,000-ഓളം കൃത്രിമ പാരുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ നല്ല പുരോഗതി ഇപ്പം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ്റെ ഇടപെടൽ മൂലം കടലിലും മത്സ്യസമ്പത്തിന് കുറവ് നേരിടുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ നടപടികളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി GPS അധിഷ്ഠിത ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതിലേക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യാനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. 10,000-ലധികം കൃത്രിമ പാര് യൂണിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിച്ച് അതിൻ്റെ ഭാഗമായി നല്ല പുരോഗതി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. സാർ, വടക്കൻ ജില്ലകളിലേക്ക് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് വടക്കൻ ജില്ലകളിലും ഇത് വ്യാപകമായി നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്.